വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈ നെയിം ഈസ്, എൻ്റെ പേര് ശ്രുതി വൈശാഖ് എന്നാണ്. നിങ്ങൾക്ക് ശ്രുതി ടീച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് കേരള പാഠാവലിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷാകാലമൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾ ഓരോന്നും ചോദ്യം അല്ലെങ്കിൽ പാഠത്തിന്റെ ആശയം ഇതൊക്കെ നോക്കി നടക്കുന്നത് അല്ലേ. അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് കേരള പാഠാവലിയായിട്ട് ഞാൻ വന്നത്. കേരള പാഠാവലി എന്ന് പറയുമ്പോൾ എന്താണ്? മലയാളം ഫസ്റ്റ് ആണ്. മലയാളം ഫസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള പാഠാവലിയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നേ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, നമുക്ക് വാട്സപ്പ് ചാനൽ ഉണ്ട്. അതിന്റെ ഒക്കെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കാണുന്നുണ്ടേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, മാരത്തോണുകൾ ആയിക്കോട്ടെ, ഏത് ലൈവ് ക്ലാസ് ആണെങ്കിലും അതിന്റെ സ്ലൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സൈലത്തിന്റെ ബാച്ച് അത് വളരെ സ്പെഷ്യൽ ആണ്. അപ്പോ ഓരോ സീസണിലും നമുക്ക് ഓരോ ഓഫേഴ്സ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പൊ തന്നെ ഉറപ്പുവരുത്തുക. കാരണം എന്താണ്, USS പരീക്ഷയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മലയാളത്തിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട്. അപ്പൊ അടിപൊളിയായിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്? റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം തന്നെ ഒരു യൂണിറ്റ് ഉള്ളത് സെക്കൻഡ് ടേം എക്സാമിന്റെ ഫസ്റ്റ് യൂണിറ്റില് മൊഴിപൊഴിയും അഴക് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ചങ്ങമ്പുഴയുടെ ഒരു കവിതയാണ് അല്ലെ. കാവ്യ നർത്തകി എന്ന് പറയുന്ന ഒരു കവിതയാകുന്നത്. അതിനു മുൻപ് വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തുടങ്ങിയല്ലോ നടക്കുന്നു. പ്രൊഫസർ വി മധുസൂദനൻ നായർ എഴുതിയ 2 വരികളാണ്. വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. ഇതിന്റെ ഈണം ഇതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഈണം ഇപ്പോൾ അങ്ങ് ചൊല്ലിയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മലയാളത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. മലയാളത്തെ കുറിച്ചുള്ളതാണ്, മലയാള കവിതയെ കുറിച്ചുള്ളതാണ് കേട്ടോ. വാക്കുകളുടെ നടനം, വരകളുടെ ലയനം, ഭാഷ ചിലങ്ക കെട്ടുന്നു എന്ന് തുടങ്ങി ഒരുപാട് ആശയങ്ങളാണ് ഈ ഒരു യൂണിറ്റില്, ഈ ഒരു കാവ്യഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? കാവ്യ നർത്തകി എന്ന് പറയുന്ന നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? ചങ്ങമ്പുഴയാണ് അല്ലെ. അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. മാരത്തോണിലൊക്കെ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ജീവചരിത്രക്കുറിപ്പ് ഒരു പ്രധാന ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചിലത് നമുക്ക് അറിയണം ജീവചരിത്രക്കുറിപ്പ് എന്താണെന്ന്. അപ്പോൾ എന്താണ് ജീവചരിത്രക്കുറിപ്പ്? ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത് മറ്റൊരാളെ കുറിച്ച് നമ്മൾ എഴുതുന്നതാണ് അല്ലെ. അപ്പൊ ലഘു ജീവചരിത്രക്കുറിപ്പൊക്കെ ആയിരിക്കും നിങ്ങളോട് എഴുതാൻ പറയാ. ലഘു ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ ജനിച്ചത്, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, അതുപോലെ അദ്ദേഹം എഴുതിയ കൃതികൾ, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന്റെ മരണം അല്ലെ, അദ്ദേഹത്തിന്റെ വിശേഷണം, ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾക്കത് സൂചനകൾ തരും. സൂചനകൾ തന്നിട്ടാണ് നിങ്ങൾ അത് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ മുഴുവനായിട്ടൊന്നും തരുന്നില്ല. അപ്പൊ ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗദ്യകാരനും അതുപോലെ കവിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹം 36-37 വയസ്സ് വരെ മാത്രമാണ് ജീവിച്ചത്. ആ കാലയളവിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരുപാട് മികച്ച കവിതകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. മലയാളത്തിന് മികച്ച കവിതകൾ സമ്മാനിച്ച എഴുത്തുകാരനാണ്, കവിയാണ്, ഗദ്യകാരനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പൊ ചങ്ങമ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. കുറച്ചുനാള് സൈനിക സേവനമൊക്കെ ചെയ്തു കേട്ടോ. അതായത് കുറച്ചുനാള് പട്ടാളത്തിലൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മലയാളത്തിലെ പ്രശസ്തമായ രമണൻ എന്ന കൃതി ആരുടേതാണ്? രമണൻ. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി
എന്ന് തുടങ്ങുന്ന രമണൻ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവപിള്ള അല്ലെ. ഇടപ്പള്ളി രാഘവപിള്ള മരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് സുഹൃത്തായ ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് ഇത് നമ്മുടെ രമണൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതാ കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവൽ ഉൾപ്പെടെ 57 കൃതികൾ ആര് രചിച്ചിട്ടുണ്ട്? ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട്. കൈരളി എന്ന് പറഞ്ഞാൽ എന്താ? കൈരളി എന്ന് പറഞ്ഞാല് മലയാളം എന്നാണ് അർത്ഥം കേട്ടോ. കൈരളി മലയാളം. കൈരളിക്ക് കാഴ്ച വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിന് കാഴ്ച വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ കൈരളി എന്ന വാക്കിന്റെ അർത്ഥം മലയാളാണ്. അപ്പൊ പിന്നെ പ്രധാന കൃതികളെ കുറിച്ചാണ് പറയുന്നത്. രമണനും വാഴക്കുലയും, ഭാഷ്പാഞ്ജലി, പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, രക്തപുഷ്പങ്ങൾ, സ്വരരാഗസുധ എന്ന് പറയുന്ന കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേട്ടോ. ഇതേ പ്രധാന കൃതികള്. അപ്പൊ എനിക്ക് സ്പന്ദിക്കുന്ന അസ്ഥിമാടമൊക്കെ ഒരിക്കല് ചോദിച്ചതായിട്ട്, അത് USSനായിരുന്നു ചോദിച്ചത്. ചങ്ങമ്പുഴയെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത സമയത്തും ചങ്ങമ്പുഴയുടെ പ്രധാന കൃതികളൊക്കെ നമ്മൾ അറിയണം എന്നുള്ളത് കൊണ്ട് സ്പന്ദിക്കുന്ന അസ്ഥിമാടം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചങ്ങമ്പുഴയുടേതാണ്. ഇനി 1948 ജൂൺ 19 36 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അന്തരിച്ചത് കേട്ടോ. അദ്ദേഹത്തിന്റെ മരണക്കിടക്കയില് അദ്ദേഹം ഒരു മനോഹരമായൊരു കവിത രചിച്ചിട്ടുണ്ട്, മനസ്വിനി. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചാണ്. ഭാര്യയോട് പറയുന്നുണ്ട്. അതുവരെ അദ്ദേഹം ഭാര്യയുടെ സൗന്ദര്യമോ സ്വഭാവമോ ഒന്നും കാണാഞ്ഞപ്പോള് ഇദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ തന്നെ പരിചരിക്കുന്നതും ഭാര്യ സ്നേഹിക്കുന്നതുമൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ നൽകുകയാണ്. അങ്ങനെ എഴുതിയ കവിതയാണ് മഞ്ഞത്തെച്ചി പൂങ്കുല പോലൻ എന്ന് പറയുന്ന മനസ്വിനി എന്ന് പറയുന്ന കവിത കേട്ടോ. നമുക്കിവിടെ പഠിക്കാനുള്ളത് കാവ്യനർത്തകിയാണ്. അപ്പോ കാവ്യനർത്തകി എന്നുള്ള ഭാഗം, മലയാള കവിതയെ കാവ്യനർത്തകിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ചങ്ങമ്പുഴ അല്ലെ. കാവ്യനർത്തകി, മലയാള കവിതയെയാണ് കാവ്യനർത്തകിയായിട്ട്, ഒരു നർത്തകിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നിട്ട് കവിതയോട് അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നും പോകരുതേ എന്ന് പറയുന്നുണ്ട് അല്ലേ. പല പല കാര്യങ്ങള് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മലയാള കവിതയാകുന്ന നർത്തകിയുടെ തലമുടിയിൽ നിന്ന് ഉള്ള നാര് മാത്രം മതി എനിക്ക്, അത്രയെങ്കിലും കിട്ടിയാൽ ഞാൻ എന്താണ്, തൃപ്തനാണ്. നർത്തകിയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരിന് പോലും തന്നെ അനുഗ്രഹിക്കാനും അതുപോലെ കവിത എഴുതാൻ പ്രചോദിപ്പിക്കാനും ഒക്കെ കഴിയുമെന്ന് കവി വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, മലയാള കവിത നൃത്തം അല്ലെങ്കിൽ നടനം നിർത്തി പോകുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹം പറയാണ് എന്ത്, ദേവി അയ്യോ പോകല്ലേ ദേവീന്ന്, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം മലയാള കവിത ഇങ്ങനെ നൃത്തം ചെയ്യുന്ന സമയത്ത് കവിതയോട് പറയുന്നുണ്ട്, എന്നെ വിട്ട് പോകല്ലേ എന്ന്. അപ്പോൾ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് പഠിച്ചു. ഇതിന്റെ കവിതയുടെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് എവിടെ പഠിക്കാം? മാരത്തോൺ ലൈവുകളിൽ നിങ്ങൾ പങ്കെടുക്കുക കേട്ടോ. അതിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ മറ്റൊരു ചോദ്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ജീവചരിത്രക്കുറിപ്പ് അത് ഒരു എളുപ്പമുള്ളത് എന്താന്ന് വെച്ചാൽ അതിന്റെ സൂചനകളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പൊ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ടീച്ചർ പറഞ്ഞ ആ മനസ്സിനെയും കാര്യവും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വക എന്തുണ്ടാവും? ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ആ സൂചനയിൽ തന്നത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഒരു പോയിന്റും കൂടെ എഴുതാൻ പറ്റും. മനസ്വിനി അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് മനസ്വിനി എന്ന് പറയുന്നത്. അതുപോലെ രമണൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ കവി ഇടപ്പള്ളി രാഘവപിള്ള മരിച്ച സമയത്ത് എഴുതിയതാണ് രമണൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.